ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രജീസ് പാഠശാല. അപ്പോൾ ഇന്ന് 1 മിനിറ്റ് ഗ്യാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നോളജാണ്. ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, ആസ് എൻ അഡ്വൈസർ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നോളജ്. നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫിനാൻഷ്യൽ നമ്മളെ പ്രൊഡക്റ്റ് മാത്രമല്ല, അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാവും, മറ്റെല്ലാ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ വേണം. കാരണം നമ്മളൊരു മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് ഒരു ആസ് എ കസ്റ്റമർക്ക് എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ പ്ലാനോ, അവരുടെ റിട്ടയർമെൻറ്റ്, വെൽത്ത് ക്രിയേഷനോ, അവർക്ക് ഇൻഷുറൻസ് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഷെയർസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങനെ മറ്റു പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അവരതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ പറ്റണം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ മുന്നിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി നമ്മളൊരു പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ പറയുന്നത് August 5 മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. വാട്ട്സ് ദ റീസൺ? അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കസ്റ്റമർ ചോദിച്ചത്, നമ്മൾ എന്താ പറയുക? അതിന് പ്രധാന റീസൺ അത് ക്യാരി ട്രേഡ് ആയിരുന്നു. അപ്പോൾ ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയ സമയത്ത് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് US നിന്ന് തിരിച്ച് എമൗണ്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റണം കസ്റ്റമറോട്. കാരണം കസ്റ്റമറുടെ മുന്നിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചും, മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് നോക്കുമ്പോൾ അവർ എത്ര ഫണ്ട്സ് ഉണ്ട് അതിനെക്കുറിച്ച്. കാരണം നമ്മൾ ഇൻഡെക്സ് ഫണ്ട് പോലുള്ള പ്ലാൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഇൻഡെക്സ് പ്ലസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച്, മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് പറയണം. കാരണം ആ കസ്റ്റമർ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഈ ഫ്ലെക്സി ക്യാപ്പും, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തെമാറ്റിക് ഫണ്ട്സ് ഉണ്ടാവും, സെൻസിറ്റീവ് ഫണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കൃത്യമായ ഡീറ്റെയിലിംഗ് വേണം. അപ്പോൾ മേക്ക് ഷുവർ നമ്മളെ പ്രൊഡക്ട്സിനെ കുറിച്ച് മാത്രമല്ല, മറ്റെല്ലാ ഫിനാൻഷ്യൽ നോളജും അതിനു വേണ്ടിയുള്ള കുറേ ആർട്ടിക്കിൾസൊക്കെ നമ്മൾ വായിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലിംഗ് എടുക്കുക. താങ്ക് യു വെരി മച്ച്.